പ്രിയ സുഹൃത്തുക്കൾ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയുടെ കൊളപ്പുറത്തിനടുത്ത് കൂരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നമ്മുടെ ഇവിടെ ഹൈവേയുടെ വർക്ക് നടക്കുന്ന സ്ഥലമാണ്. ഈ വർക്കിൻ്റെ ഒരു സ്ഥിതി നിങ്ങളൊന്ന് നോക്കും. ഇത്രയും സാങ്കേതികപരമായിട്ട് നമ്മൾ മുന്നോട്ട് നിൽക്കുന്നത് ഇവിടെ വെള്ളം സാധാരണ ഈ ഒരു ഭാഗത്ത്, അതായത് ഇവിടെ ഒരു പാടം പ്രദേശമാണ് ഈ കാണുന്നത്. ഇവിടെ സാധാരണഗതിയിൽ നല്ലോണം വെള്ളം പൊന്തുന്ന എല്ലാവർക്കും അറിയുന്നത്. എന്നിട്ടും ഈ ഹൈവേയുടെ സർവീസ് റോഡ് നിങ്ങളൊന്ന് കാണും, എത്രയോ താഴ്ത്തിയിട്ടാണ് പണി കഴിച്ച റോഡാണിത്. ഈ റോഡിൽ ഇന്നത്തെ അവസ്ഥ വെള്ളം പൊന്തി, അതായത് യാത്രാ ദുരിതം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മളെത്രയ്ക്ക് സാങ്കേതികപരമായിട്ട് നമ്മൾ മുന്നിലാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും, അതായത് സാങ്കേതികപരമായിട്ട് മുന്നിലെന്ന് പറഞ്ഞാൽ പല എൻജിനീയറിങ്ങും നമുക്ക് അറിയുമെങ്കിലും എല്ലാ എൻജിനീയറിങ്ങിലും ഇപ്പോൾ നമ്മളൊക്കെ വളരെ പിന്നോട്ട് പോകുന്നൊരവസ്ഥയാണ്. കാരണം പ്രകൃതിയുടെ മുന്നിൽ പല പ്രശ്നങ്ങളും നമുക്ക് തരണം ചെയ്യാൻ കഴിയാത്തതുണ്ട്. പക്ഷേ എന്നാലോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വരുത്തി കൂട്ടിയേക്കുന്നു. ഈ റോഡ് അല്പം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഇതാദ്യമായിട്ടല്ല, ഇവിടെ സാധാരണ ഗതിയിൽ മഴക്കാല സമയങ്ങളിൽ ഇവിടെയുള്ള പിള്ളേരൊക്കെ അവിടെ തോണി ഇറക്കി കളിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ റോട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകേണ്ടതിന് പകരം ആ പുറത്ത് പെയ്ത വെള്ളം ഇങ്ങോട്ട് പൊന്തി വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. എല്ലാ പാടത്തിന് റോഡിലോട്ട് ഇങ്ങോട്ട് കയറും, അതിൻ്റെ ആ കുമിളകളാണ് ഈ കാണുന്നത്. ഇനി കുറച്ചുകൂടി കനപ്പെട്ട മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ പരിപൂർണമായിട്ട് ഇത് മുങ്ങിപ്പോവും. ഈ സ്ഥലത്ത് കൂടെ ഒട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം തന്നെ ബൈക്കുകൾക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കണ്ടോ, ഭയങ്കര ദുർഘടമാണ്. ഇതിൻ്റെ റോഡിൻ്റെ രണ്ട് സൈഡും ഒരേ മാതിരിയായിട്ടാണ് കാണുന്നത്. ഇനി ഞാൻ അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ കാക്കാട് നിന്നൊക്കെ അല്ലെങ്കിൽ വളാഞ്ചേരി ഭാഗത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി കോഴിക്കോട്ട് നിന്ന് വരുന്ന ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ രണ്ട് ഭാഗവും ഇതേപോലെ തന്നെ. ഈ ഒരു ദുരിതം കൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ഇവിടെ ബ്ലോക്കായി കിടക്കട്ടെ. ഒരുപാട് വാഹനങ്ങൾ കൃത്യമായിട്ട് പോകാൻ കഴിയാതെ ബ്ലോക്കായി കൊണ്ട് കിടക്കുന്ന ഒരു ദുരന്തകരമായൊരു ചിത്രമാണ് കണ്ടിട്ട്. ഇതാണ് നമ്മൾ കോഴിക്കോട്ടിൽ നിന്ന് വളാഞ്ചേരിക്കൊക്കെ പോകുന്ന റോഡാണ്. ആ റോഡിൻ്റെ അവസ്ഥ നേരത്തെ നിങ്ങൾ കണ്ടത് വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ട് പോകുന്നതും ഇത് കോഴിക്കോട്ടിൽ നിന്ന് വളാഞ്ചേരിക്ക് വരുന്നതും സർവീസ് റോഡ്. ഇതിൻ്റെ നടുകിലുള്ള വർക്ക് കഴിഞ്ഞിട്ടില്ല, അതായത് മെയിൻ ട്രാക്കിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സർവീസ് റോഡ് ഇത് നിലനിൽക്കുന്ന റോഡാണ്. പക്ഷേ ഈ സർവീസ് റോഡിൽ ഇപ്പം തന്നെ ഇങ്ങനെ വെള്ളം കയറിയാൽ ഇത് മുന്നോട്ട് ഒരിക്കലും ഒരു നല്ല രീതിയിൽ പോകുന്ന കാര്യമല്ല. അപ്പോൾ ഇതിനെതിരെ ഇവിടെ നാട്ടുകാരുടെ പ്രതിഷേധം ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടോ ഇതാണ് ഈ ഭാഗങ്ങളിൽ സാധാരണ വേനൽക്കാലത്ത് ഫുട്ബോൾ കളി, വർഷക്കാലത്ത് സാധാരണ ഇവിടുള്ള പിള്ളേരൊക്കെ ഇവിടെ തോണി ഇറക്കാറുണ്ട്. അതൊക്കെ ഇവിടെ എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്. എന്നിട്ടാണ് ഇത് താൽക്കാലികമായിട്ട് ചെയ്ത ഒരു സംഭവം. ഇവിടെ സാധാരണ വർഷക്കാലം വരുമ്പോൾ ഇവിടെ വെള്ളം ഇങ്ങനെ ഉയരാറുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന. എന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു റോഡ് ഹൈവേയുടെ പേരിൽ പണിത് വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കാതെ, അതല്ലെങ്കിൽ എന്ത് ബുദ്ധിയില്ലായ്മയാണ് കാണിച്ചെടുക്കണമെന്ന് തന്നെ പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളൊക്കെ കാണുക, അഭിപ്രായം പറയുക. ഓക്കെ, സ്ഥലം ഒരിക്കൽ കൂടി പറയുന്നു. കൊളപ്പുറത്തിൻ്റെയും കക്കാടിൻ്റെയും ഇടയിലുള്ള കൂരിയാട് എന്ന് പറയുന്ന സ്ഥലമാണിത്. കൂരിയാട് പാടത്ത് സ്ഥിതിയാണ് ഈ കാണുന്നത്. ഓക്കെ.